പ്രിയമുള്ളവരെ, ഇറാനെ കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? പതിറ്റാണ്ടുകളായി ഇറാൻ ഇന്ത്യക്ക് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഗ്യാസും മര്യാദ വിലയ്ക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സുഹൃത്ത് രാജ്യമാണ് ഇറാൻ. എന്നാൽ ആ ഇറാനെ മേൽ കടന്നുകയറ്റം നടത്തുന്ന അമേരിക്കയും ഇസ്രായേലോ നമുക്ക് ഇന്ത്യക്കാർക്ക് എന്ത് ഗുണമാണ് അമേരിക്കയെ കൊണ്ടും ഇസ്രായേലിനെ കൊണ്ടുമുള്ളത്? അവിടെ നിന്ന് നമുക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തണം. അതുകൊണ്ട് തന്നെയാണ് ആത്മാഭിമാനമുള്ള ഓരോ ഇന്ത്യക്കാരും, സമാധാനം ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ നീതിയും ന്യായത്തിനും വില കൽപ്പിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ജാതി മതഭേദമെന്നെ ഇറാൻ്റെ പിന്നിൽ അണിനിരക്കുന്നത്. ഇന്ത്യയുടെ ഭരണകൂടം നേരെ മറിച്ചായിരിക്കാം. അത് ഇന്ത്യയെ ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ ഡൊണാൾഡ് ട്രംപിൻ്റെ കാൽ കീഴിൽ അമർത്തി കഴിഞ്ഞു. അതുകൊണ്ട് അവർക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല. അവർ ഇറാനെതിരെ പറയുന്നില്ലെങ്കിൽ പോലും ഇറാനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇറാന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാനോ തയ്യാറാവില്ല എന്നത് നമുക്കറിയാം. പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾ അങ്ങനെയല്ല. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ, ഇന്ന് നമുക്കറിയാം, നമ്മുടെ എല്ലാം അടുക്കളയിൽ വരെ ഈ യുദ്ധത്തിൻ്റെ കെടുതി എത്തിക്കഴിഞ്ഞു. ഇറാനിൽ നിന്നും നമുക്ക് ഗ്യാസ് ലഭിക്കാതായപ്പോൾ, അതുപോലെ തന്നെ ഇറാനിൻ്റെ അവകാശത്തിലുള്ള ഹോർമോസ് കടലിടുക്ക് വഴി കപ്പലുകൾ കടക്കാതായപ്പോൾ നമുക്കിന്ന് ഗ്യാസ് ലഭ്യമല്ല. ഇനി വരും സമയങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ലഭ്യമല്ലാത്ത അവസ്ഥ വരും. പെട്രോൾ പമ്പുകളിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരും. പക്ഷേ ഇന്ത്യയിലെ സംഘപരിവാറും അതുപോലെ ക്രിസംഖികളും കാസകളും മാത്രമാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നത്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഹിന്ദു സഹോദരങ്ങളും ഒരു ക്രിസ്തീയ സഹോദരങ്ങളും ഒരു മുസ്ലിം സഹോദരങ്ങളും ഇറാനെതിരെ ഒരു പോസ്റ്റും ഇടുന്നതായി നാം കാണുന്നില്ല. കാരണം ഇറാൻ ഒരു മുസ്ലിം രാജ്യമാണ് എന്നതിൻ്റെ പേരിലാണ് അവർ ഈ പോസ്റ്റുകളെല്ലാം തള്ളുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങളുടെ അടുപ്പിൽ ചേര കയറുന്ന ഒരവസ്ഥ വന്നിട്ട് പോലും നിങ്ങളിങ്ങനെ വൃത്തികെട്ട പോസ്റ്റുകൾ ഇടുന്നു എങ്കിൽ നിങ്ങളൊക്കെ മനുഷ്യരല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളൊക്കെ ജനിക്കേണ്ടത് ഇന്ത്യയിലായിരുന്നില്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ യുദ്ധം ആര് ജയിക്കുന്നു ആര് പരാജയപ്പെടുന്നു എന്നുള്ളതല്ല. നമുക്ക് വേണ്ടത് സമാധാനമാണ്. സമാധാനത്തിന് വേണ്ടി നമ്മുടെ രാജ്യം പരിശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം പണ്ട് കാലം